നിങ്ങളൊരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഐഫോണിൻ്റെ OS ഉണ്ടല്ലോ, iOS, ഇതിൽ മാസീവായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനെ ഫ്യൂ അപ്ഡേറ്റ്സ് മോർ അപ്ഡേറ്റ്സ് വരാൻ പോവാണ്. അത് ഈ ലിക്വിഡ് ഗ്ലാസ് അപ്ഡേറ്റ് പോലെ ഒരു UAE അപ്ഡേറ്റ് ഒന്നുമല്ല. ഇറ്റ്സ് ഗോണ ബി എ മാസീവ് സിസ്റ്റം അപ്ഡേറ്റ്. നിങ്ങളുടെ iOS ബിഹേവ് ചെയ്യുന്ന രീതിയും നിങ്ങൾ iOS യൂസ് ചെയ്യുന്ന രീതിയും കംപ്ലീറ്റ്ലി മാറുന്ന രീതിയിലുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു 8:30 നിങ്ങളുടെ ഫോണിനകത്ത് മാപ്പ് ഓപ്പൺ ചെയ്ത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലോട്ട് ഒരു റൂട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഫീച്ചർ അപ്ഡേറ്റ്സ് വന്നതിന് ശേഷം രാവിലെ 8:30 നിങ്ങൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന പാടെ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഇന്ന സ്ഥലത്തോട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്യാൻ പോലെ എവിടെ ക്ലിക്ക് ചെയ്തു. ആൻഡ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണ് ഓട്ടോമാറ്റിക്കലി ആപ്പ് ഓപ്പൺ ചെയ്ത് ആ സ്പെസിഫിക് ലൊക്കേഷനിലോട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ എന്തൊക്കെ സാധനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ വരാൻ പോകുന്ന ഫീച്ചറിൻ്റെ കോർ ഐഡിയയാണ് കോണ്ടെക്സ്റ്റ് അവെയർ ഇൻ്റലിജൻസ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന രീതി കറക്റ്റായിട്ട് മനസ്സിലാക്കി അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആ ആക്ഷൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. ഇത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയം, നിങ്ങളായിരിക്കുന്ന ലൊക്കേഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ ചെയ്യുന്ന രീതി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പ്രഡിക്ഷൻസ് വരിക. ആൻഡ് ഓക്കെ, നിങ്ങളുടെ ഫോണിൽ ഇപ്പം തന്നെ സിറീസേഷൻസ് ഉണ്ട്, ആപ്പ് പ്രഡിക്ഷൻസ് ഉണ്ട്, സ്പോട്ട്ലൈറ്റ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ റിയാക്റ്റീവ് ആണ്, ലിമിറ്റഡ് ആണ്. ഇതിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്, അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അതിൽ നിന്ന് പ്രഡിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലോട്ടാണ് ഇതിൽ ഷിഫ്റ്റ് വരാൻ പോകുന്നത്. അതിൻ്റെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോസ് ആപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന ആക്ഷൻസിനെ എല്ലാം കൂടെ ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോൺ ഒരു ആപ്പ് ലോഞ്ചർ എന്നതിലുപരി ഒരു വർക്ക് ഫ്ലോ അസിസ്റ്റൻ്റ് ആയിട്ട് മാറാൻ പോവുക. ഈ വരാൻ പോകുന്ന ഫീച്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ അടുത്ത നാളിൽ വന്ന ഡെവലപ്പർ സിഗ്നൽസ്, ലീക്കുകൾ, ആപ്പിളിൽ നിന്ന് തന്നെ വന്ന കുറേ അപ്ഡേറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാസീവ് അപ്ഡേറ്റ് ആയിരിക്കുകയല്ല വരാൻ പോകുന്നത്. മൾട്ടിപ്പിൾ അപ്ഡേറ്റുകളായിട്ട് റോൾ ഔട്ട് ചെയ്ത് തരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. അതിൻ്റെ ഇത് 2026 തന്നെ വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. എന്തായാലും ഈ വരാൻ പോകുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ദ വേ, നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളാണോ? ഞാനല്ല, ചുമ്മാ ചോദിച്ചാൽ. ശരിയെന്നാ, ചേട്ടാ.